പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം. കൗമുദി ടിവിയുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ സ്നേക് മാസ്റ്റർ ടീമിന്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. ആക്കുളം കഴിഞ്ഞ് പുലിയനാർക്കോട്ട കഴിഞ്ഞ് മെഡിക്കൽ കോളേജിന്റെ പിന്നില് ആണ് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത്. ഇവിടെ ഒരു വീട്ടില് ഞാൻ രാവിലെ അമ്പലത്തിൽ നിന്നപ്പോ ഇവിടെ ഒരു വീട്ടില് ഒരു അതിഥി വന്ന് പാറ കൂട്ടിയിട്ട് ഇങ്ങനെ അകത്തേക്ക് കടന്നു പോയി എന്നിവർ പറഞ്ഞു. അവർ തന്നെ പാമ്പിന്റെ ഇനവും പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് സംശയമൊന്നുമില്ല. കാരണം അവരുടെ ഒരുപാട് പാമ്പുകളെ, അവരുടെ പാമ്പെന്ന് പറയുമ്പോൾ കയ്യും കാലുമില്ലാതെ എഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് പാമ്പുകളെ ഇവർ കാണുന്നത് തന്നെയാണ്. അപ്പൊ അത് അണലി എന്നാണ് ആ വിളിച്ച് പറഞ്ഞ സഹോദരനും അമ്മയും പറഞ്ഞത്. നമുക്ക് എന്തായാലും സമയം കളയണ്ട. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരുപാട് അതിഥികള് നമ്മുടെ പ്രേക്ഷകർ പരിചയപ്പെട്ട് കഴിഞ്ഞു. എന്നാലും വീണ്ടും വീണ്ടും വ്യത്യസ്തരായ അതിഥികളെ തേടിയുള്ള യാത്രയാണ് സ്നേക് മാസ്റ്റർ ടീം. എന്തായാലും ഒരു 500 അണലിയെ പരിചയപ്പെടുത്തുമ്പോഴായിരിക്കും ഒരു വ്യത്യസ്തൻ വന്നു വിടുന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ അതിഥി ആരാണ് എന്ന് നോക്കാം, പരിചയപ്പെടാം, ആ സ്ഥലത്തേക്ക് യാത്രയാവാം. ശരണം വിളിച്ച് വേണം ഈ പടികൾ കയറാൻ. ഇത് നമുക്ക് 101 പടികളുണ്ട്. നമുക്ക് എന്തായാലും ഒരു ശ്രമം നടത്താം. എന്തായാലും നമ്മൾ മല കയറി ആ വീട്ടിലെത്തി. ഇവർ പറഞ്ഞത് ഈ പാറയ്ക്കകത്ത് പാമ്പ് കടന്നു പോയിരുന്നു. പക്ഷെ പാമ്പിനെ കണ്ട ഉടനെ ഇവർ കുറെ വേസ്റ്റൊക്കെ വെച്ചതിനൊക്കെ എടുത്ത് മാറ്റി. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ ഈ കല്ലിൻ്റെ ഇടയിൽ എന്തായാലും കൈയിട്ട് പാമ്പിനെ എടുക്കാൻ കഴിയില്ല. പാമ്പിനെ കണ്ടാൽ തന്നെ നമുക്ക് എന്തായാലും കുറച്ച് കല്ലൊക്കെ ഒന്ന് മാറ്റി അദ്ദേഹത്തിന്റെ സേഫ്റ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. എന്തായാലും നമുക്ക് അതിഥി ഇതിനകത്തുണ്ടോ, അത് ആരാണ്, ഇവർ പറഞ്ഞു അണലിയാണെന്ന് എന്തായാലും നമുക്ക് നോക്കാം. അണലിയാണ് ഏറ്റവും അപകടകാരി. രാജവമ്പല കഴിഞ്ഞാൽ അടുത്ത അപകടകാരി, ഏറ്റവും അപകടകാരി എന്നറിയപ്പെടുന്ന അണലിയാണെന്ന് നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം ഏത് ദിശയിലേക്കും കടിക്കാനുള്ള ഒരു കഴിവാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഇപ്പൊ പാമ്പുകൾ, അണലിയുടെ മാറ്റിംഗ് സമയമാണ്, ഇണചേരൽ സമയമാണ് ഇപ്പോൾ. അതിന്റെ അവസാന പീരീഡ്, അത് നവംബറിൽ തുടങ്ങി ഡിസംബർ ആദ്യം ഡിസംബർ പകുതിയായി. അപ്പൊ നല്ല ഇതായിട്ട് ഒരുപാട് മാറ്റിംഗ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. എന്തായാലും നമുക്ക് നോക്കാം ഈ അതിഥി എവിടെയാണ് ഇരിക്കുന്നത്. കാണാൻ കഴിയുന്നുണ്ട്. ഇവര് നമുക്ക് പണി കുറച്ച് വെച്ചാൽ അവര് കല്ലൊക്കെ മാറ്റി വെച്ചത് അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് കാണാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നു ഭക്ഷണം കഴിച്ചിട്ട് വയറ് വീർത്തതാണ് എനിക്ക് തോന്നുന്നുണ്ട്. അവർ നല്ല വീർത്തിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ അതിഥി നമ്മൾ കണ്ടു. അണലി അഥവാ ചേനത്തണ്ടൻ അഥവാ വട്ടക്കൂറ എന്നറിയപ്പെടുന്ന, മണ്ഡലി എന്നറിയപ്പെടുന്ന പ്രസവിക്കുന്ന പാമ്പിന്റെ ജനുസായ നമ്മുടെ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പാമ്പ് കടി ഏൽക്കുന്ന ഇനം പാമ്പിന്റെ കടി അണലിയുടേതാണ്. എന്തായാലും അതിന്റെ വയറൊക്കെ കണ്ടിട്ട് എനിക്ക് വയറിനകത്ത് ഭക്ഷണം ഉണ്ട് എന്നാണ് തോന്നുന്നത്. എന്തായാലും ആ ചെറുതായിട്ട് തല കണ്ടിട്ട് ഫീമെയിൽ അഥവാ പെൺ അണലിയാണെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും അതിഥിയെ ഒന്ന് നമ്മുടെ നാട്ടുകാർക്ക്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പുറത്തേക്ക് എടുക്കാം, കാണാം. എന്തായാലും നമ്മുടെ ദൗത്യം കഴിഞ്ഞു. ഏകദേശം 9 വയസ്സ് അടുത്ത് പ്രായം വരുന്ന പെൺ അണലി
വർഗമാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ വയറ് വീർത്തിരിക്കുന്നത് ചിലപ്പോൾ അറിയാതെ തോന്നുന്നു നമുക്ക് അത് മുട്ട അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തയ്യാറാവുന്നതല്ല. അത് ഭക്ഷണം കഴിച്ചിട്ട് എലിയോ മറ്റോ കഴിച്ചിട്ട് വയറ് വീർത്തിരിക്കുകയാണ്. ഇതിപ്പോ ചട്ട പൊഴിക്കാറായ സ്കിൻ ഷെഡ് ചെയ്യാറായ അണലിയാണ് ഇദ്ദേഹം. സ്കിൻ ഷെഡ് ചെയ്യാറായി. അത് മാത്രം മറ്റൊരു പ്രത്യേകത ഉള്ളത്, ഈ മേഖലയിലൊക്കെ അണലി അങ്ങനെ കണ്ടുവരുന്നത് കുറവാണ്. കാരണം ഇത്രയും തിങ്ങിയ വീടുകളായതുകൊണ്ട് അടുത്ത് അണലി വരാൻ സാധ്യത കുറവാണ്. പക്ഷെ എന്നാലും ഇവിടെ ഒരു വേക്കന്റ് പ്ലോട്ടുകളിൽ ഒഴിഞ്ഞ പറമ്പുകൾ അടുത്ത് എവിടെയോ കാണും. അവിടെ നിന്നൊക്കെ ഭക്ഷണം തേടി വന്നതാവാനേ സാധ്യതയുള്ളൂ. എന്തായാലും നമ്മൾ ഈ അതിഥിയെ അധികം വിഷമിപ്പിക്കുന്നില്ല, അധികം വേദനിപ്പിക്കുന്നില്ല. നമുക്ക് ഈ അതിഥിയെ ചാക്കിലാക്കി അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി യാത്ര ചെയ്യേണ്ടത്. അടുത്തൊരു അതിഥിയുടെ കോള് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ അതിഥിയെ ചാക്കിലാക്കി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുന്നു. ഇവരോട് യാത്ര പറയേണ്ട സമയമായി. എന്തായാലും നമ്മൾ ഈ അതിഥിയെ ചാക്കിലാക്കും. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിന്റെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് വളരെ ദൂരെ ഒന്നുമല്ല. തിരുവനന്തപുരം ജില്ലയിൽ മെഡിക്കൽ കോളേജിന് മുന്നിൽ, മെഡിക്കൽ കോളേജ് എത്തുന്നതിന് മുന്നേ ഉള്ളൂരിന് മുന്നേ പ്രശാന്ത് നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുത്തെ കുറച്ച് ചെറുപ്പക്കാരായ എൻ്റെ സുഹൃത്തുക്കൾ കുറച്ച് നേരത്തെ ഒരു 2 മണിക്കൂർ മുന്നേ എന്നെ വിളിച്ച് പറഞ്ഞു, അവരുടെ വീട്ടിൽ ഒരു വലയിൽ ഒരു വലിയ 8 അടി നീളമുള്ള ഒരു രാജവെമ്പാല കുടുങ്ങി കിടക്കുന്നു എന്നല്ല, മൂർഖൻ പാമ്പ്, വലിയൊരു മൂർഖൻ കുരുങ്ങി കിടക്കുന്നു എന്നുമല്ല, ഏതോ ഒരു പാമ്പ് കുരുങ്ങി കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് സമയം വേണ്ട, നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ അധികം ടെൻഷൻ അടിപ്പിക്കും. നമുക്ക് എന്തായാലും ആ സ്ഥലത്തേക്ക് പോയി അതിഥി ആരാണെന്ന് നോക്കാം. എന്റെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെ വഴിയിലൊക്കെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് മഴ പെയ്താൽ നമ്മുടെ കുടയായിരുന്നു ഇത് ചേമ്പ്. ഇന്നും അത് നമുക്കൊരു തണലേകുന്നു. എന്തായാലും അതൊക്കെ പോട്ടെ, നമ്മൾ ഈ സ്ഥലത്തെത്തി. ഇവിടെ ഇവർ പറഞ്ഞത് ഇവിടെ ഒരു വലയിൽ ഒരു അതിഥിയെ കണ്ടു. പക്ഷെ അതിഥിയെ കണ്ടു, വേറെ ആരുമല്ല, ചേര അഥവാ റാറ്റ് സ്നേക്ക്. അദ്ദേഹം പറഞ്ഞ് കളവനോട് പറഞ്ഞ് കറുപ്പും മഞ്ഞയുമാണെന്ന്. അപ്പോഴേ ഞാൻ പറഞ്ഞ ചേരയായിരിക്കുമെന്ന്. എന്നാലും വലയിൽ കുരുങ്ങിയിട്ട് അദ്ദേഹം ഈ മാറാന്റെ അല്ലെങ്കിൽ ചേമ്പിന്റെ കാട്ടുചേമ്പിന്റെ ഇടയിലേക്ക് ഒളിച്ചിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ആ അതിഥിയെ ഇങ്ങോട്ട് വാ 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 അങ്ങനെ എടുത്തു കൊണ്ടുവന്നു. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടി ഉള്ളത്, നമുക്കൊരു സന്തോഷം ഉള്ള കാര്യം, ഇദ്ദേഹത്തിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇദ്ദേഹത്തിന് പിന്നെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. കാരണം ഇവിടെ കാടുള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇവിടെ തന്നെ തുറന്നുവിടാം. ഇദ്ദേഹത്തിന് നമുക്ക് ഈ വലയിൽ നിന്ന് ആ വലയൊക്കെ മുറിച്ച് മാറ്റി രക്ഷപ്പെടുത്തി ഈ സ്ഥലത്ത് തന്നെ വിട്ടിട്ട് പോകും. നല്ല അന്തരീക്ഷം. ഇവിടെ എനിക്ക് തോന്നുന്നു 2 വർഷമല്ല 3-4 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒന്ന് മുറുക്കൻ പാമ്പിനെ പിടികൂടിയിട്ട്, അന്ന് ഇവിടെ ഈ കോൺക്രീറ്റ് ഒന്നും ഇല്ലായിരുന്നു, മൺപാതയായിരുന്നു. എന്തായാലും നമുക്ക് ഈ അതിഥിയെ ഈ വലയിൽ നിന്ന് സ്വതന്ത്രയാക്കി, പെണ്ണാണ് അദ്ദേഹം, അദ്ദേഹത്തെ നമുക്ക് ഈ വല മുറിച്ച് അദ്ദേഹത്തെ രക്ഷിച്ച് ഈ സ്ഥലത്തിനെ
ഈ സാധുവായ ചേരയെ കുരുക്കിയ വല നമുക്കിനി വേണ്ട. ഇത് നമ്മൾ കത്തിച്ച് കളയാൻ പോവാണ്. കാരണം നമ്മുടെ അതിഥി അധികം കഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അമ്മ തന്നെ പറഞ്ഞു തന്നെ ഇന്നലെ കുരുങ്ങി കിടക്കുന്നു എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ രാവിലെ മറ്റേ കുരുങ്ങി ആ മുറിവിലൊക്കെ ചെറിയ മണം ഉണ്ട്, ചെറിയൊരു സ്മെല്ലുണ്ട്. അപ്പം ആ മുറിവ് പഴുക്കാനായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി കണ്ടിട്ടുണ്ട് ചേരയെ. ഉദ്ദേശം 4 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഒരു പെൺ ചേര, ഫീമെയിൽ റാറ്റ് സ്നേക്ക്. റാറ്റ് എന്നാൽ എലിയാണ്. എലിയെ പിടിക്കാനായി നമ്മുടെ വീട്ടിൽ വരുന്നത് കൊണ്ട് ആ എലിയുടെ പേരും കൂടി ചേർത്താണ് ഇദ്ദേഹത്തിന് പേര് ഇംഗ്ലീഷിൽ നൽകിയിരിക്കുന്നത്. ഇദ്ദേഹത്ത് വല കുരുങ്ങിയിട്ട് ചെറുതായിട്ടൊരു മുറിവുണ്ടായിട്ടുണ്ട് അകത്തൊക്കെ. എന്നാലും കുഴപ്പമില്ല, താനേ അത് ആ മുറിവങ്ങ് ഹീലാവും, വേറെ കുഴപ്പമൊന്നുമില്ല. 4 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഫീമെയിൽ ചേര, അല്ല ഫീമെയിൽ റാറ്റ് സ്നേക്ക്, പെൺചേര എന്നറിയപ്പെടുന്നു. അതുപോലെ മറ്റൊരു പ്രത്യേകം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ മരത്തിൽ കൂടി ഇന്നലെ ഒരു ചോദ്യമുണ്ടായിരുന്നു. കൊല്ലം ജില്ലയിൽ നിന്നൊരു പ്രസാദ് എന്ന് പറയുന്നൊരു കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു പറമ്പിൽ ഒരു ഷെഡുണ്ട്. ഷെഡ് എന്ന് പറഞ്ഞാൽ പണ്ട് പണിയാനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, പഴയ സാധനങ്ങൾ വെക്കുന്ന ഒരു ഷെഡാണ്. ആ ഷെഡിൽ മരത്തിൽ കൂടി എപ്പോഴും ചേര കടന്നു പോയി ഷെഡിനകത്തേക്ക് ഇറങ്ങുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്ഥിരം പോകുന്നു, അത് എലിയെ പിടിക്കാനാണ് പോകുന്നതെന്ന് അറിയാം. പക്ഷേ ഓർമ്മയില്ലാത്ത പാമ്പുകൾ എന്നറിയപ്പെടുന്ന പാമ്പുകൾ അല്ലെങ്കിൽ ചേരകൾ എങ്ങനെയാണ് ഒരേപോലെ മരത്തിൽ കൂടി കയറി ആ ഷെഡിനകത്ത് പോകുന്നതെന്ന്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഓർത്തു വെക്കുക, ചേരകൾ വനമുള്ള മൂർഖൻ പാമ്പുകൾ, അണലി, രാജവൻപാല എന്നിങ്ങനെ വനമുള്ള പാമ്പുകളെ വിട്ടുനിന്നാൽ വനമുള്ള പാമ്പുകൾക്ക് വളരെ അടുത്തെത്തിയാൽ മാത്രമേ ഭക്ഷണത്തെ നാവ് കൊണ്ട് തിരിച്ചറിയാൻ കഴിയും, സെൻസ് ചെയ്യാൻ കഴിയും. വനമില്ലാത്ത പാമ്പ് വർഗ്ഗങ്ങൾ അഥവാ ചേരയും മറ്റ് വനമില്ലാത്ത പാമ്പുകൾ വളരെ ദൂരെ നിന്ന് അവയുടെ ഭക്ഷണത്തെ തിരിച്ചറിയാൻ കഴിയും. പിന്നെ മരത്തിൽ കൂടി സ്ഥിരം ഒരു ചേര കടന്നു പോകുന്നത്, സ്ഥിരം എലി പോകുന്ന മരത്തിൽ കൂടിയാണ് ചേരകൾ കടന്നു പോകുന്നത്. എലി കടന്നു പോകുമ്പോൾ അപ്പൊ പ്രേക്ഷകർക്ക് സംശയം തോന്നാം, എന്താണ് എലി കടന്നു പോകുന്ന വഴിയിൽ കൂടി ചേരകൾ കടന്നു പോകും? എലി കടന്നു പോകുമ്പോൾ എലി പോകുന്ന വഴിയിൽ അതിന്റെ യൂറിൻ അഥവാ മൂത്രം ഉണ്ടാകും, ആ വഴികളിൽ ഉണ്ടാകും. ആ യൂറിന്റെ ആ ഗന്ധം നാക്കിലേക്ക് സെൻസ് ചെയ്താണ് ചേരകൾ അതുവഴി സഞ്ചരിച്ച് എലി ഇരിക്കുന്ന വീട്ടിന്റെ മണ്ടയിലെത്തുന്നത് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുക. അല്ലാതെ ഭക്ഷണം അവിടെ ഉണ്ട് എന്ന് ഓർത്ത് വെച്ച് സ്ഥിരമായി അവിടെ പോയി ആ ഭക്ഷണത്തെ തേടി എടുക്കാൻ പാമ്പുകൾക്ക് കഴിയില്ല. അങ്ങനെ കഴിയുമായിരുന്നുവെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് ഒരു പാത്രത്തിൽ എന്നും ഭക്ഷണം വെച്ചു കൊടുത്താൽ പോരെ, പാമ്പ് ഒന്ന് എടുത്ത് കഴിക്കാം. വാവാ സുരേഷിന്റെ വീട്ടിൽ ഇപ്പോൾ ഭക്ഷണം വയ്ക്കും, മണി 11 പോയി കഴിച്ചിട്ട് വരാമെന്ന് പാമ്പുകൾക്ക് ചിന്തിച്ചുകൂടെ? ശുദ്ധമായ മണ്ടത്തരമാണ്. പാമ്പുകൾക്ക് ഓർമ്മ ശക്തി എന്നൊരു സാധനം ഇല്ല. എത്ര വയ്യാത്ത ആളായിരുന്നാലും വയറ് വിശക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണം എന്നറിയാം. അതേപോലെയാണ് പാമ്പുകൾക്ക് വിശക്കുമ്പോൾ ഭക്ഷണം തേടണമെന്നറിയാം. അങ്ങനെയാണ് ഭക്ഷണം തേടാൻ പോകുന്നത്, അല്ലാതെ അവിടെ ഭക്ഷണം ഇരിക്കുന്നു എന്നല്ല. എന്തായാലും പോട്ടെ, നമ്മുടെ ഈ അതിഥിയെ നമ്മൾ കൊണ്ടുപോകുന്നില്ല. ഈ അതിഥിയെ ഇവിടെ തന്നെ തുറന്നു വിടുകയാണ്. ഇവിടുത്തെ നാട്ടുകാർ, ഇവിടുത്തെ അമ്മ നേരത്തെ പറഞ്ഞു ഈ അമ്മയുടെ വീട്ടിൽ വന്ന് മീനൊക്കെ കഴിച്ചിട്ട് പോകുന്ന ചേരയാണെന്ന്. കാരണം അമ്മ മീനൊക്കെ വാങ്ങുമ്പോൾ മീനിന്റെ വേസ്റ്റ്, മത്തിയുടെയും നെത്തോലി മീനിന്റെയൊക്കെ വേസ്റ്റ് കഴിക്കാനായി വരുന്ന ഒരു വിനോദം ഇവർക്കുണ്ടെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം നമ്മുടെ പ്രേക്ഷകരോട് നമ്മുടെ സ്നേക്ക് മാസ്റ്ററിലൂടെ പറഞ്ഞിരുന്നു. എന്തായാലും നമ്മുടെ ഈ അതിഥിയെ, ഈ മഞ്ഞയും പച്ചയും കലർന്ന കറുപ്പും കലർന്ന അതിഥിയെ നമ്മൾ തുറന്നു വിടുന്നു. അതിന്റെ അടിയിൽ മഞ്ഞയുള്ള അതിഥിയെ നമ്മൾ തുറന്നു വിടുന്നു. അദ്ദേഹത്തിന്റെ വാലിന്റെ അറ്റത്തൊക്കെ ഒരുപാട് അപകടം പറ്റില്ല. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ മാളത്തിലിരിക്കുമ്പോൾ ഏതെങ്കിലും മറ്റ് ജീവികൾ വാലി കടിക്കുന്നതിന്, ചിലപ്പോൾ കീരിപോയി വാലി കടിക്കാൻ പെരിച്ചാഴി എന്ന് പറയുന്ന എലി, തുരപ്പനെലി വാലി കടിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കണ്ണ് വലിയ ചെറിയ നല്ല നീളമുള്ള നാവിടുന്ന നമ്മുടെ അതിഥിയെ നമ്മൾ തുറന്നു വിടുന്നു. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടുകാർക്ക്, നമ്മുടെ കേരളീയർക്ക് നല്ല ബോധം അല്ലെങ്കിൽ പാമ്പുകളെ കുറിച്ച് അവയർനെസ് ഒത്തിരി ഉണ്ടായി തുടങ്ങിയെന്ന്. കാരണം നമ്മൾ ആദ്യത്തെ അതിഥി
അണലിയായിരുന്നു. പക്ഷെ അതിനും ഒരു പ്രത്യേകതയുണ്ട്. ആ വീട്ടിലൊരു അമ്മ ഒരു ലേഡി അല്ലെങ്കിൽ ഒരു പ്രിയ സഹോദരി പറഞ്ഞു അത് അണലിയാണ് സുരേഷ് ചേട്ടാ. പക്ഷെ കറക്റ്റായിരുന്നു. അവരെ നിഗമനം തെറ്റിയില്ല. നമ്മുടെ പ്രോഗ്രാം സ്നേക് മാസ്റ്റർ പ്രോഗ്രാം അവർ വീക്ഷിക്കുന്നുണ്ടെന്ന് അവരും പറഞ്ഞായിരുന്നു. അതുകൊണ്ട് പാമ്പിനെയൊന്നും നമുക്ക് സംശയമില്ല. ഏത് പാമ്പിനെ കണ്ടാലും നമുക്ക് ഇനം തിരിച്ചറിയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും രണ്ടാമത്തെ അതിഥിയും പ്രിയ സഹോദരൻ വിളിച്ച് പറഞ്ഞു കറുപ്പും മഞ്ഞയും കലർന്ന അതിഥിയാണ്. പാമ്പ് ഏതാണെന്ന് അറിയില്ല. ചേരയായിരിക്കാം, അല്ലെങ്കിൽ ചേരയാണോ അല്ല ചേരാന്ന് വെച്ചാൽ ആണെന്നല്ല പറഞ്ഞത്, ചേരയായിരിക്കാം വലയെ കുരുങ്ങിയത്. അതാണോന്ന് പറഞ്ഞു. എന്തായാലും അതും ചേര തന്നെയായിരുന്നു. എന്തായാലും നമ്മുടെ ദൗത്യം സ്നേക് മാസ്റ്റർ ടീമിന്റെ ദൗത്യം കേരളീയരെ ബോധവൽക്കരിക്കാൻ, നമ്മുടെ മലയാളികളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. പാമ്പുകളെ കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നുള്ളതാണ്. പക്ഷേ അതിലും നമ്മൾ ഒത്തിരി വിജയിച്ചു. കാരണം ഇവർക്ക് വേണമെങ്കിൽ ഈ സാധുജീവിയെ തല്ലിക്കൊല്ലാമായിരുന്നു. അവരെ ചെയ്തില്ല. നമ്മളെ വിളിച്ചു, നമ്മൾ വന്നു, വല കട്ട് ചെയ്തു, അതിനെ സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ വലയെല്ലാം മുറിച്ചു മാറ്റി അദ്ദേഹത്തിന് ഒരു അപകടവും കൂടാതെ അദ്ദേഹത്തിനെ നമുക്ക് തുറന്നുവിടാൻ കഴിഞ്ഞു. എന്തായാലും നമുക്ക് ഇനി സമയം കളയാനില്ല. അടുത്ത അതിഥിക്കായി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവേണ്ടതുണ്ട്. അതിനു മുന്നേ ഇവരോട് യാത്ര പറയുന്നു. ഇവർക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മയും ഐശ്വര്യവും സർവേശ്വരനെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവാം. പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവാ സുരേഷിനെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 938797944441.